എല്ലാവർക്കും നമസ്കാരം. ഗുരുജിയാണ്, ട്രേഡിംഗ് ഇമോഷൻ ചാനൽ. നമ്മൾ ടെലഗ്രാം ചാനലിൽ, അതായത് നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ അതിൽ നമ്മൾ ഇന്നലെ ഒരു ഡിസിഷൻ കൊടുത്തിരുന്നു. ഇന്നു മുതൽ മൺഡേ ഓൺവേർഡ്സ് നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിനും ഒരു സെറ്റപ്പ് നമ്മൾ തരുന്നതായിരിക്കും, നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്ന ഒരു ഗ്രൂപ്പിൽ ഇന്നലെ നമ്മൾ ഇട്ടിരുന്നു. ഇന്ന് ഇപ്പം സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി എക്സ്പയറി ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ മന്ത് എൻഡ് നാളെ കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യാഴാഴ്ച എക്സ്പയറി ആകുന്നുണ്ട്. എങ്കിലും നമ്മളിന്ന് വാച്ച് ചെയ്യാനായിട്ട് ഇന്ന് മുതൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. നിറച്ച് കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് വന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള നമ്മളെ സ്റ്റുഡൻസിൽ കുറച്ച് ആൾക്കാർക്ക് അതിൻ്റെ സംശയങ്ങൾ അത് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ഇന്ന് രാവിലെ നമ്മൾ കൊടുത്തത് ഡോക്ടർ റെഡ്ഡിയുടെ ഒരു കോളായിരുന്നു. നമ്മൾ ടെലഗ്രാം ചാനലിൽ ക്ലിയർ ആയിട്ട് കൊടുക്കുകയുണ്ടായി. 5000 CE വാച്ച് ചെയ്യുക, വിത്ത് സ്ട്രൈക്ക് പ്രൈസാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, 5000 CE വാച്ച് ചെയ്യുക. ഇന്ന് രാവിലെ ഒരു 9 മണിക്ക് മുന്നേ തന്നെ നമ്മൾ ഈ ഡോക്ടർ റെഡ്ഡി എന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും, വിത്ത് ഈ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞ് 9 മണിക്ക് മുന്നേ തന്നെ നമ്മളിത് നമ്മുടെ സ്റ്റുഡൻസ് ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇത് ട്രേഡ് എടുക്കണം എന്ന് വിചാരിച്ചോളൂ. ഞാൻ ഇന്ന് ഈ ട്രേഡ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സേജ് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ ഇന്ന് ഈ ട്രേഡ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതിനകത്ത് ലെവൽസ് രാവിലെ കൊടുത്തിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ലെവൽസും കൊടുത്തിരുന്നു. ആ ലെവൽസാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ട്രേഡ് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു മെസ്സേജ് രാവിലെ 9 മണിക്ക് വരുമ്പോൾ നമ്മൾ 1-2 സ്റ്റോക്കേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇന്ന് ഒറ്റ സ്റ്റോക്കേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. ഇപ്പം ഞാനാണ് എടുക്കുന്നത്. ആദ്യം ഞാൻ ഡേ ടൈം ഫ്രെയിം നോക്കും. ഇപ്പോൾ ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഈ ഡോക്ടർ റെഡ്ഡി എന്ന് പറഞ്ഞ ഈ സ്റ്റോക്ക്, പർട്ടിക്കുലർ സ്ക്രിപ്റ്റ്, ഇത് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ്. ഒരു അപ് ട്രെൻഡിലാണ് ഈ ഡോക്ടർ റെഡ്ഡി ഇപ്പോൾ നിൽക്കുന്നത്. നമ്പർ 1, ഇത് ഡോക്ടർ റെഡ്ഡിയുടെ ഫ്യൂച്ചറിൻ്റെ 1 ഡേ ചാർട്ടാണ്. ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഒരു ചാർട്ടാണ്. ഇത് രണ്ടും ഞാൻ മനസ്സിലാക്കും. ഓക്കെ, എന്നിട്ട് ഇന്നലെ എന്താണ് ആക്ടിവിറ്റി നടന്നതെന്നുള്ളത് നോക്കും. സോ ഇന്നലെ, അതായത് മാർക്കറ്റ് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു, എന്നിട്ട് മുകളിലോട്ട് പോയി, എന്നിട്ട് വീണ്ടും ഒരു രണ്ട് റെഡ് ക്യാൻഡിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് വിത്ത് W പാറ്റേൺ, ഒരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ആക്ടിവിറ്റി എന്താണ്? ഇവിടെ നല്ലൊരു ബയർ, ഈ 2 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷവും കുറച്ച് ബയർ ഇന്നലെ നല്ല രീതിയിൽ ഇവിടെ കയറിയിട്ടുണ്ട്. നല്ല ബയർ കയറിയതുകൊണ്ടാണ് ഈ ഡേ ക്യാൻഡിൽ ഇത്രയ്ക്കും ബുള്ളിഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ആദ്യം കോൺഫിഡൻറ്റ് കിട്ടുകയാണ്, ഇന്നലെ ഓൾറെഡി നല്ല ബുള്ളിഷ് ഉണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ടൈം ഫ്രെയിം, ഞാൻ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റാണ്. അത് നിങ്ങളുടേതായ ടൈം ഫ്രെയിം വെച്ചിട്ട് ഇതേപോലെ വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ ഹൈ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇന്നലത്തെ ഹൈ എത്രയിലാണ്? 5021 ഇന്നലത്തെ ഹൈ. ഇതാണ് ഇന്നലത്തെ ഹൈ. ഓക്കെ, എന്നിട്ട് ഇന്നലത്തെ ക്ലോസ് എവിടെയാണ് നടന്നിരിക്കുന്നത്? ഇവിടെയാണ് ഇന്നലത്തെ ക്ലോസ് നടന്നിരിക്കുന്നത്. ഇത് രണ്ടും ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഈ ക്ലോസിന് താഴെയും ഈ ഹൈക്ക് താഴെയുമാണ് മാർക്കറ്റ്. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻസൈഡ് ഓപ്പൺ. ഇത് ഓപ്പൺ ആകുമ്പോൾ ഞാൻ വിലയിരുത്തും. ഓക്കെ, ഇത് മനസ്സിലാക്കി. എന്നിട്ട് ഇതിനു മുന്നേ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് ഇന്നലത്തെ ഹൈ ആണ്. അപ്പോൾ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുള്ളിഷ് മൊമെൻറ്റം, അതായത് ഈ ഇന്നലെ വാങ്ങിച്ച ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവർ വീണ്ടും സ്ട്രോങ് ആകും, മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകും. പക്ഷേ ഏതുവരെയും കൊണ്ടുപോകും? അത് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ടാർഗറ്റ് 5055, രണ്ടാമത്തെ ടാർഗറ്റ് 5068. ഈ 2 ടാർഗറ്റും നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിൽ പോയാൽ എനിക്ക് ഒരു 40 പോയിന്റിൻ്റെ ഒരു അപ്പ് മൂവ് എന്തായാലും ഡോക്ടർ റെഡ്ഡീസിൽ ഒരു 40 പോയിന്റിൻ്റെ അപ്പ് മൂവ് നമുക്ക് എന്തായാലും മുകളിലോട്ട് കിട്ടും. അതിനകത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, ഈ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. 2, ഏത് CE എടുക്കണം എന്നുള്ളത്. 5000 CE ആണ്. 5000 CE എടുക്കണമെന്നും നമ്മളവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഈ സെലക്ഷനിലോട്ട് പോകുന്നത്, ഏത് CE എടുക്കണം, ഏത് CE എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. എനിക്ക് ടാർഗറ്റ് ഓൾറെഡി ഡിഫൈൻ ആയി, ടാർഗറ്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. എൻട്രി മാത്രം ഞാൻ നോക്കിയാൽ മതി. എൻട്രി
ഞാൻ രണ്ട് രീതിയിൽ നോക്കും. ഒന്ന്, ഈ മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു SL വയ്ക്കുകയും എൻ്റെ ടാർഗറ്റ് ഇവിടെ, ആദ്യത്തെ ടാർഗറ്റ് ഇവിടെ ഞാൻ ക്ലോസ് എടുക്കുന്നത് പോലെയും നമുക്ക് വയ്ക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സെറ്റപ്പ് റെഡിയാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറ്റിയത്? എനിക്കൊരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ ഒരു അക്സെപ്റ്റൻസ് തന്നു. അതായത് ഇതിൻ്റെ മുകളിൽ, ഈ പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിലോ ഈ ലാസ്റ്റ് ക്യാൻഡിലിന് ലോവിന് താഴെയോ മാർക്കറ്റ് ക്ലോസ് ആയിട്ടില്ല. സോ ഇതൊരു അക്സെപ്റ്റൻസ് ആണ്. ഇതൊരു അക്സെപ്റ്റൻസ് തന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യും. ഇത് ഡോക്ടർ റെഡ്ഡിയുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ഇത് പ്രീമിയം ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇന്നലത്തെ ക്ലോസ് എവിടെയാണ് നടന്നിരിക്കുന്നത്? ഇന്നലത്തെ ക്ലോസ് ഇവിടെയാണ് നടന്നിരിക്കുന്നത്. അതായത് 55 രൂപയിലാണ് ഡോക്ടർ റെഡ്ഡി ഇന്നലെ ക്ലോസ് ആയിരിക്കുന്നത്. ഓപ്ഷൻ ബൈയിങ് ആണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, ഓപ്ഷൻ ബൈയിങ് ആണ് പറയുന്നത്. സോ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഒരു മാർക്കറ്റ് ഒരു നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം, നല്ലൊരു ക്ലോസിങ്ങും തന്നു. വീണ്ടും ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് നല്ലൊരു ക്ലോസിങ്ങും തന്നു. ഈ ഗ്രീൻ ക്യാൻഡിലാണ് ഞാൻ കയറുന്നുണ്ടെങ്കിൽ ഇത് എത്രയാണ്? 65 രൂപ, 68 രൂപയിലാണ് ഞാൻ കയറുന്നു എന്ന് വിചാരിച്ചോളൂ. എൻ്റെ സ്റ്റോപ്പ് ലോസ് 55 രൂപയാണ്. 10 രൂപയാണ് എൻ്റെ, 65 രൂപ ഞാൻ കയറുന്നു, 10 രൂപയുടെ സ്റ്റോപ്പ് ലോസ്, 55 രൂപയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് താഴെ, ഈ ലോവിന് താഴെ എത്രയാണ് നമുക്ക് നോക്കാം, കുറച്ചുകൂടെ അക്യുറസിക്ക് വേണ്ടിയിട്ടാണ്. 50 രൂപ. ഓക്കെ, 50 രൂപയ്ക്ക് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയും ഞാൻ കയറുന്നത് 65 രൂപയ്ക്ക്. അപ്പോൾ ഒരു 15 പോയിൻറ്റിൻ്റെ SL വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കയറുന്നത്. എന്നിട്ട് എൻ്റെ അവിടെ ടാർഗറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ ബുക്ക് ചെയ്യുകയാണ്. ഇവിടെ എത്രയാണ് ടാർഗറ്റ്? ഈ ക്യാൻഡിലാണ് റിജക്ഷൻ കിട്ടുന്നത്. ഇത് എത്രയാണ്? 81 രൂപ. സോ മോർ ദാൻ 1:1, 1:1 കൂടുതൽ എനിക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ 65 രൂപയിൽ കയറി, 75, 81, ഞാൻ 81. എന്തുകൊണ്ടാണ് ഇവിടെ ബുക്ക് ചെയ്യുന്നത്? ഇവിടെ എന്തുകൊണ്ടാണ് 81 രൂപയിൽ ബുക്ക് ചെയ്യുന്നത്? ഈ ഡോക്ടർ റെഡ്ഡിയുടെ ഈ 2 ക്യാൻഡിലും കണ്ടാൽ നിങ്ങൾക്കറിയാം, ഡോക്ടർ റെഡ്ഡിയുടെ ഈ 2 ക്യാൻഡിലാണ്. ഇതാണ്ടോ, ഈ 2 ക്യാൻഡിലാണ്, ഈ 2 ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ബുക്ക് ചെയ്യുകയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് സോ 65 രൂപയിൽ കയറുകയും 82 രൂപയ്ക്ക് ഞാൻ വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ SL ഞാൻ 15 പോയിൻറ്റ് വെച്ചു. ഓക്കെ, ഞാൻ ബുക്ക് ചെയ്യുന്നത് എത്രയാണ്? 75, ആൾമോസ്റ്റ് 1:1, 15 പോയിൻറ്റ് വെച്ചോളൂ. 75, 82, 1:1 റേഷ്യോയിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്, ഒരു ലോട്ടിനാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നു. ഇങ്ങനെ നമുക്കൊരു എൻട്രിയും ഒരു എക്സിറ്റും ഇങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഏതെങ്കിലും എന്താ പറയുക ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് പിവറ്റ് റേഞ്ചിൽ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു VWAP യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബൊളിഞ്ചർ പോയിന്റ്, നിങ്ങൾ എന്താണോ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്, 200 EMA, 20 EMA, അത് എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കയറാൻ പറ്റും. അങ്ങനത്തെ ട്രേഡിംഗ് സെറ്റപ്പ് കൊണ്ടാൽ ഒരു ചിലപ്പോൾ ഇവിടെ കയറാൻ പറ്റും, ഒരു ചിലപ്പോൾ ഇവിടെ കയറാൻ പറ്റും. ഓക്കെ, സോ ഇത് നിങ്ങൾ എപ്പോഴും നോക്കി വയ്ക്കുക. ഇതൊരു സെറ്റപ്പ്. അതല്ലെങ്കിൽ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലത്തെ ഹൈ എത്രയാണ്? 68 രൂപ. ഇന്നലത്തെ ഹൈ 68 രൂപ. എങ്കിൽ ഒരു കാര്യം ചെയ്യുക, രാവിലെ തന്നെ വന്ന് ഇത് നോക്കിയിട്ട് ഒരു ലിമിറ്റ് ബൈ ഓർഡർ 5000 സ്ക്രിപ്റ്റിൻ്റെ 5000 Cയുടെ ലിമിറ്റ് ബൈ ഓർഡർ ഒരു 69 രൂപയ്ക്ക് ട്രിഗർ ആകുന്നത് പോലെ ലിമിറ്റ് ബൈ ഓർഡർ ഇട്ട് വയ്ക്കുക. എങ്കിൽ ഈ ക്യാൻഡിലിൽ മാർക്കറ്റ് ട്രിഗർ ആവും, 69 രൂപയ്ക്ക് ട്രിഗർ ആകും. ഇത് ട്രിഗർ ആയതിനു ശേഷം ഈ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുമല്ലോ, ഇത് ട്രിഗർ ആയതിനു ശേഷം ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ലോ എത്രയാണ്? 64 രൂപ. ദാറ്റ് മീൻസ് വെറും 4 പോയിൻറ്റിൻ്റെ SL ആണ്, 5 പോയിൻറ്റിൻ്റെ SL ആണ്. 5 പോയിൻറ്റിൻ്റെ SL നിങ്ങൾ വച്ചതിന് ശേഷം ഈ SL ഹിറ്റ് ആയിട്ടില്ല, ഈ ക്യാൻഡിൽ ഈ SL ഹിറ്റ് ആയിട്ടില്ല, കണ്ടോ, ഈ ക്യാൻഡിൽ SL ഹിറ്റ് ആയിട്ടില്ല. ഇത് വെറും 5 പോയിൻറ്റിൻ്റെ SL വയ്ക്കുക, 69 രൂപയ്ക്ക് ട്രിഗറായി, 1:1, 79 രൂപയ്ക്ക്. ഇവിടെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 79 രൂപ ഇവിടെ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, ഇവിടെ വരയ്ക്കും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. രണ്ടാമത്തെ ടാർഗറ്റ് വരയ്ക്കും ഹോൾഡ് ചെയ്യാം, 91 രൂപ. സോ നിങ്ങൾ ട്രിഗർ ആകുന്ന 69, 79, 89, 5 പോയിൻറ്റിൻ്റെ റിസ്ക്കും 20 പോയിൻറ്റിൻ്റെ റിവാർഡും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് ആലോചിക്കാം. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കണമോ അതും നിങ്ങൾ എടുക്കാം. ഞാൻ ചെയ്യുന്ന 2 കാര്യമാണ്. ഒന്ന്,
ഇങ്ങനത്തെ ഒരു ട്രിഗർ ഇട്ട് ലിമിറ്റ് ഓർഡർ ബൈ ഓർഡർ ഇട്ട് വയ്ക്കും. ട്രിഗർ ആയാൽ നമുക്ക് നല്ലൊരു അപ്മൂവ് കിട്ടും. ഇതിൻ്റെ താഴെ ഒരു 5 പോയിന്റ് SLA ഉള്ളൂ, മുകളിലോട്ട് പോയി. ഇല്ലെങ്കിൽ ഈ പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിൽ മാർക്കറ്റ് ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോഴത്തേക്കും ഞാൻ മുകളിലോട്ട് നോക്കും, അതും ഞാൻ എടുക്കും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ശ്രമിക്കുന്നതാണ്. ഇതേപോലെ നിങ്ങളുടേതായ സ്റ്റൈലിൽ, ഞാൻ 15 മിനിറ്റ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഇത് നിങ്ങളുടേതായ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ്, ഒരു ട്രേഡ് സെറ്റപ്പ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. കാര്യത്തിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുകയാണ് എല്ലാം, അല്ലേ? നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലെല്ലാം ഡിസ്കസ് ചെയ്യുകയാണ്. ഏത് സ്ക്രിപ്റ്റ് എടുക്കണം, സി സൈഡാണോ എടുക്കേണ്ടത്, അത് എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് തന്നെ ഈ 15 മിനിറ്റ് എന്നുള്ളത്, ഒരു സെക്കൻഡ്, ഓക്കെ, ഈ 15 മിനിറ്റ് എന്നുള്ളത് 3 മിനിറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് പറഞ്ഞിരുന്നു. കാരണം രാവിലെ എടുക്കാൻ പറയുന്നതിന് കാരണം ഫ്രഷ് പ്രീമിയം ഉണ്ടാവും. ദാറ്റ് മീൻസ് ഒരു പ്രീമിയത്തിനൊരു എന്താ പറയുക, ഒരു നല്ലൊരു വോളറ്റാലിറ്റി കാണും. പ്രീമിയം പെട്ടെന്ന് ബൂമാകും രാവിലെ, അതായത് പെട്ടെന്ന് വീർക്കും ആ പ്രീമിയം. അത് ഓപ്ഷൻ ബയറിന് ഏറ്റവും നല്ല സമയമാണ്. അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് രാവിലെ ഇവിടെയാണ് ഓപ്പൺ ആയെന്ന് വിചാരിച്ചോളൂ. ഇവിടെയാണ് ഓപ്പൺ ആയെങ്കിൽ ഒരു 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, ആദ്യത്തെ 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് തന്നാൽ ഇതിൻ്റെ മുകളിൽ ഒരു ലിമിറ്റ് ബൈ ഓർഡർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. തലേ ദിവസത്തെ ഈ ചാർട്ടും കൂടെ അനലൈസ് ചെയ്യുക. എത്രയാണ് നമ്മൾ ഇടേണ്ടത്, എന്താണ് ഇടേണ്ടത് എന്നുള്ളത് തലേ ദിവസത്തെ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ഓപ്പൺ ഹോൾഡ് ചെയ്യുകയും ഇതിൻ്റെ മുകളിൽ ഒരു അടുത്തൊരു ഇതിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനകത്ത് കയറാം. രാവിലെ തന്നെ നല്ലൊരു മൊമെൻറ്റം, ഒരു 100 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മുകളിലോട്ടാണെങ്കിലും ഇതേ സെറ്റപ്പ് തന്നെയാണ്, താഴോട്ടാണെങ്കിലും PEക്കാണെങ്കിലും. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടേതായ ട്രേഡ് സെറ്റപ്പ് പ്ലാൻ ചെയ്യുക. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.